വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ കഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ. ഹോട്ടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ ഉണ്ണി സാറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വരും അദ്ദേഹം. ഇന്ന് ഈ പ്രമോഷനുള്ള കാര്യം ഓർത്തിട്ട് ഇന്നലെ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ മുതൽ ഇതിൻ്റെ കാര്യത്തിനായിട്ട് ഓടി നടക്കുക. ഹോള് ബുക്ക് ചെയ്യാനും അതിനും പരിപാടിയുണ്ട്. ഒരു ഇത്രയും സമയമായില്ലേ സാറേ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി സാർ ഒരു പ്രമോഷനും പോവാറില്ല. ഇതിപ്പോൾ ഞാൻ നിർബന്ധിച്ച് കയ്യും കാലും പിടിച്ചതിൻ്റെ പേരിലാണ് വരാമെന്ന് പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താ? ഇയാൾ അഭിനയിച്ച സിനിമയല്ലേ? അയാളും സമയമില്ല എന്ന് പറഞ്ഞ ഇത്രയും കാശ് ഞാൻ അയാൾക്ക് കൊടുത്തതാ ഈ സിനിമയുടെ കാര്യത്തിന്. അപ്പോൾ കാശ് അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ കാശ് മേടിക്കൽ മാത്രമേ ഉള്ളൂ. സാർ വരും, എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ വരും. ഡേറ്റ് ഇല്ല. ഇത് 2023 അല്ലേ? 2034 വരെ ഡേറ്റ് ഇല്ല. അത് ഹോളിവുഡ് സ്റ്റൈൽ സിനിമയിൽ നിന്ന് ശംഭൂരാൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് നായകൻ. അത് ഒരു വർഷം ഡേറ്റ് കൊടുത്തല്ലോ. നിങ്ങൾ മരിച്ചു പോകുന്നു അതിൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ മകനെ കൊണ്ട് ചെയ്യിക്കാലോ പടം. ഞാനുണ്ടാവുമല്ലോ. അതെ, 3 ഫ്ലക്സ്, 30 ഫ്ലക്സ് വെക്കേണ്ട സ്ഥലത്ത് 3 ഫ്ലക്സ്. അല്ല സാറേ, തിയേറ്ററിൽ നമ്മൾ മൊത്തം വെച്ചിട്ടുണ്ട്. ഇതിപ്പം പത്രസമ്മേളനത്തിലേക്ക് സാർ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഉണ്ണി സാറ് എത്തിച്ചേർന്നു. വർമ്മയുടെ വരവ് എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡയറക്ടർ മൊയ്തു, അതുപോലെ ഉണ്ണി സാറിനെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ശീതളൻ സാറ്, കോട്ടയംകാരനാണ്. അതുപോലെ ഞങ്ങളുടെ നായിക ദമയന്തി. അപ്പോൾ ഇത് എൻ്റെ 18ാമത്തെ സിനിമയാണ്. ഈ സിനിമ എൻ്റെ സ്വപ്നമാണ്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു കഥയാണിത്. അപ്പോൾ ഈ കഥയിൽ ഉണ്ണി സാറ് തന്നെ നായകനാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നത്. 2 വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് കഥ പറയുന്നത്. കഥ കേട്ട ഉടനെ അദ്ദേഹം എനിക്ക് ഡേറ്റ് തരികയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളെ കുറിച്ചൊക്കെ ഒരു പരാതിയുണ്ട്. ന്യൂ ജനറേഷൻ സിനിമയിൽ അച്ഛനില്ല അമ്മയില്ല എന്നുള്ളൊരു പരാതി. ആ പരാതി ഞങ്ങളുടെ സിനിമയിലില്ല. കാരണം ഈ സിനിമയിൽ നായകന് 2 അച്ഛനാണ്, നായികയ്ക്ക് 2 അമ്മയാണ്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ഞാൻ ഈ കഥയുമായിട്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. പക്ഷേ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് ശീതളൻ സാറിനാണ്. പിന്നെ നിങ്ങളൊക്കെ ചോദിക്കാം, എന്താണ് ഇപ്പോൾ സാറിൻ്റെ മറ്റുള്ള സിനിമയിൽ നിന്ന് ഈ സിനിമയ്ക്കുള്ള പ്രത്യേകത, പുതുമ എന്താണെന്ന്. ഈ പുതുമ എന്ന് പറയുന്നത് ഞാനും ഉണ്ണി സാറും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പുതുമ. അതുപോലെ ഞങ്ങളുടെ നായികയായിട്ട് ദമയന്തി വന്നുള്ളതും മറ്റൊരു പുതുമയാണ്. അപ്പം എന്തായാലും സിനിമ മറ്റന്നാൾ റിലീസാണ്. അതിന് മുന്നോടിയായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഈ സിനിമയെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ണി സാറേ, കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രയാൻ വിക്ഷേപണത്തിൻ്റെ വിജയം രാജ്യം മുഴുവൻ ആഘോഷിച്ച സമയത്ത് ഉണ്ണി സാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ മാത്രം ഒന്നും എഴുതി കണ്ടില്ല. എന്താ അത്? റൂട്ട് മാറി പോകുന്നുണ്ടോ? ചന്ദ്രയാൻ റൂട്ടൊന്നും മാറിയിട്ടില്ല, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തതാണ്. അതെ, ഒട്ടും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ പ്രതികരിക്കാമല്ലോ, ഇപ്പൊ അതിനുള്ള സമയമാണല്ലോ. അതെ, ഒരു മിനിറ്റ് സുഹൃത്തെ. നമ്മളിപ്പോ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണല്ലോ. അല്ല, ഒരു നടൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്. അതെ, അത് നമുക്ക് ഇവിടെ 1 മണിക്കൂറുള്ളൂ. ഈ സിനിമയുടെ പ്രൊമോഷൻ നടക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പൊ അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനായി വളരെ നന്നായി. ഈ മരംകൊത്തി സഹദേവൻ എന്ന് പറയുന്ന സിനിമയുടെ പൂജാവേളയിൽ ഉണ്ണി സാർ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരുന്നല്ലോ. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ണി സാറിന്റെ കാറിൽ കണ്ട സ്ത്രീ ആരാണ്? ക്യാമറ വഴി കണ്ടതാണല്ലോ. അത് താങ്കളുടെ ഭാര്യയാണോ അതോ മറ്റാരെങ്കിലും ആണോ? ഞാനിപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളോട്, വീണ്ടും നിങ്ങളത് ആവർത്തിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വർമ്മയുടെ വരവ് എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു നടൻ എപ്പോഴും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്, പല കാര്യങ്ങളും സംസാരിക്കണമല്ലോ. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, അവിടെ ഉള്ള അധ്വാനം ഉണ്ടാക്കിയ കാശ് മുഴുവൻ ചെലവഴിച്ചിട്ട് സിനിമ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷനാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. എൻ്റെ ചോദ്യം ഉണ്ണി സാറിനോടാണ്. കോടതി ഈ അടുത്തിടെ വെടിക്കെട്ട് നിരോധിക്കുകയുണ്ടായി.
ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് മോളെ ഇതുവരെ പറഞ്ഞത് മോക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഈ സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുങ്ങള്, അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായുള്ള ചോദ്യം അത് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കൂ. സർ, അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്നും ടാക്സ് വെട്ടിച്ചുകൊണ്ട് സാർ ഒരു ഓഡി കാർ സ്വന്തമാക്കിയെന്ന് കേട്ടല്ലോ. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആരാണ് പുറത്ത് കാത്തിരിക്കുന്നത്? തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. പോലീസ് ടാക്സ് പിടിക്കും ബഹിരാകാശം എന്താ നിങ്ങളെ തല്ലിപ്പള്ളി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊമോഷൻ വന്നത്. ഞാൻ പ്രൊമോഷൻ വേണ്ട ഒരാളല്ല. ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ച് ആരാ നിങ്ങൾ പുറത്തെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ വന്നത്. സോറി സർ. എന്ത് സോറി? ഇരിക്കും സാർ, പ്ലീസ് എനിക്ക് വന്ന് സംസാരിക്കാമല്ലോ. സംസാരിക്കും സാർ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറയുന്നത് കേൾക്കൂ പ്ലീസ്. നിങ്ങൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വയലന്റ് ആവില്ല പ്ലീസ്. അല്ല സാർ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ണി സാർ, നിങ്ങൾ വിളിച്ചിട്ട് വന്നവരാണെങ്കിൽ സാർ, ഉണ്ണി സാർ പ്ലീസ് പ്ലീസ്. ഒരു കഷ്ടം. അല്ല, ഇത് ഞാനൊരു ആവർത്തിച്ച് 2-3 തവണ ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ. ഞാനും പറഞ്ഞില്ല നിങ്ങളടുത്ത്. അയാൾ ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണ്ടേ? നിങ്ങൾ ആവർത്തിച്ച് പിന്നെയും ചോദിച്ചുകൊണ്ടാണ് അയാൾ അത്രയും വയലന്റ് ആയത്. ഒന്ന് സഹകരിക്കും. തൽക്കാലം നമ്മളിതൊന്ന് ബ്രേക്ക് ചെയ്യാണ്. പുറത്തെ റൂമിൽ ചായ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും ചായ ഒന്ന് പോയി കുടിക്കും. പത്രക്കാർ പലതും ചോദിക്കും. ഇത് നമ്മുടെ സിനിമയുടെ പ്രമോഷനാണ്. ആ സമയത്തൊന്ന് ആത്മസംയമനം പാലിച്ച് സംസാരിക്കണ്ടേ? ഇപ്പം നമ്മളൊക്കെ സംസാരിച്ചല്ലോ. ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ സാറേ? ചോദ്യങ്ങളൊന്നും നമ്മളോടായിരുന്നില്ലല്ലോ, എല്ലാം അദ്ദേഹത്തോടായിരുന്നില്ലേ? അതാണ് അദ്ദേഹത്തിന് പ്രകോപിതനാക്കിയത്. ഞാൻ പറയണത്, ഇത്രയും പൈസ ചെലവാക്കി ഞാൻ ഒരു പടത്തിൻ്റെ പ്രമോഷന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി പെരുമാറുള്ളൊരു ഒരു ഇത് വേണ്ടേ? പറയാം സാർ. ആ, അപ്പം പ്രതീക്ഷ, ഞാൻ എപ്പോഴും വിളിക്കുന്നു, ഫോൺ എടുക്കണ്ടേ? ആ, അതെ, നമ്മൾ സരിത സൗദി സംഗീതയിൽ അവിടെ ആളിനെല്ലാം അറേഞ്ച് ആക്കിയിട്ടില്ലേ? അതെ, എല്ലാം നല്ല റിവ്യൂസേ പറയിപ്പിക്കാവൂ. ഇന്നലെ ചില്ലറയ്ക്കല്ല കള്ളു കുടിച്ചത്, ഞാൻ ചിലവ് ചെയ്തത്, മറക്കണ്ട. ആ, പിന്നെ PVR ആളെ വിട്ടിട്ടുണ്ടല്ലോ. ആ, ഓക്കെ ഓക്കെ. ഞാൻ സാനിയൽ. ആ, ഇവിടെ ഇപ്പം ഷോ കഴിയാറായി. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി, നീ വെച്ചോ. അതെ, നമ്മളെ പ്രൊഡ്യൂസർ വിളിക്കുന്നു. ആ സാറേ, സാറേ, പടം കഴിയാറായി. സാർ ടെൻഷൻ അടിക്കല്ലേ സാറേ. PRO മന്മഥനൊരു പടം ഏറ്റു കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിക്ക് കൊണ്ടാക്കി തരും. സാർ ടെൻഷൻ വേണ്ട. ആ, എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. സിനിമ കഴിയാറായി സാറേ. ഇന്നിപ്പം നോക്കിയോ, ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവ്യൂസ് എല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ കയറ്റി വിടും. ഇന്നത്തെ ഇതിപ്പോൾ ഈ ഷോയ്ക്ക് ഇച്ചിരി ആൾ കുറവാണ്. അത് ടെൻഷൻ വേണ്ട. ഇപ്പം നമ്മൾ മറ്റു തിയേറ്ററിൽ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റിവ്യൂസ് എല്ലാം കൂടെ ഇപ്പം നമ്മുടെ പേജിലൂടെ അങ്ങ് ഷെയർ ചെയ്യും. അപ്പോഴത്തേക്കും പിന്നെ ബാക്കി ഒരു ഓളം ഉണ്ടാവും. ബാക്കി ഇന്ന് മാറ്റണിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒക്കെ ഫുള്ളായിരിക്കും സാറേ. PRO മന്മഥനാണ് പറയണത്. സാറ് ധൈര്യമായിട്ട്, നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു പടം ചെയ്യണോണ്ടാ സാറേ. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത പടം ഇനി സാറ് ചെയ്യണം. എല്ലാ പടം എന്നെ തന്നെ ഏൽപ്പിക്കും. ടെൻഷൻ വിട് സാറേ, ടെൻഷൻ വിട്, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ സാർ, ഓക്കെ. പ്രൊഡ്യൂസർമാർക്ക് എന്ത് ടെൻഷൻ ഇത്, നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ഇട്ടാ. അപ്പോൾ ഷോ വിടാറായിട്ടുണ്ട്. അറിയാലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാണല്ലോ. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ എല്ലാം നമ്മുടെ ടീമായിരിക്കും. അവരോടൊക്കെ ധൈര്യമായിട്ട് ചോദിച്ചോ. സിനിമയെക്കുറിച്ച് മാക്സിമം പരമാവധി, പിന്നെ എല്ലാം അതിൻ്റെ ബൂസ്റ്റപ്പ് ചെയ്തോളണം. ഡയറക്ടറെയും കാര്യങ്ങൾ ചോദിച്ചോളണം. പിന്നെ നമ്മുടെ ഹീറോയിനെ പറ്റി എല്ലാം ചോദിച്ചോളണം. ഇനി ആരെങ്കിലും അത് നെഗറ്റീവ് പറയാം, കുറച്ചെല്ലാം ആൾക്കാർ കയറിയിട്ടുണ്ട്. അഥവാ പറഞ്ഞാൽ അവർ അത് പറയാതെ വിടുക, അല്ലെങ്കിൽ അത് സ്കൂട്ട് ചെയ്തിട്ട് അടുത്ത നമ്മുടെ നാട്ടിലോട്ട് പോവുക. പറയല്ലേ, എൻ്റെ പ്രസിഡന്റ് പ്രശ്നമാണ്. വൈകിട്ട് പാർട്ടി കാര്യമായിട്ട് ഓക്കെ സെറ്റ് ചെയ്യാം. പടം വിടാറായില്ലേ? കേട്ടോ ചേട്ടാ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ സൂപ്പർ. പഴയകാല സിനിമയെക്കാളും നോക്കുമ്പോൾ എല്ലാ നടന്മാരും ഗംഭീരമായിട്ട് അവരെത്തിട്ട് എനിക്കിനി 5-6 വട്ടം കാണുന്ന ആഗ്രഹമുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇനി വന്ന് കാണും. സൂപ്പർ. ഓക്കെ ഏട്ടാ, താങ്ക് യു ഏട്ടാ.
ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ. വർമ്മയുടെ വരവ് തകർത്തുണ്ട്. ഉണ്ണേട്ടൻ സൂപ്പർ ആക്കിണ്ടത്. ദമയന്തി അതെ, പാട്ടൊക്കെ സൂപ്പറാ അല്ലെ, ക്യാമറ വർക്ക് ടെക്നീഷ്യനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇടിയാണ്, അത് സഹിക്കാൻ പറ്റില്ല. നോക്കി ഞാൻ അടുത്ത ഷോട്ടിന് ടിക്കറ്റ് എടുക്കാൻ പോവാ. വിദേശത്ത് ചിത്രീകരിച്ച ഗാനങ്ങളൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഒക്കെ 100% കറക്റ്റാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ അടിപൊളി. ഓക്കെ വർമ്മയുടെ വരവ് സൂപ്പർ, ഡയറക്ടറുള്ള മൊത്തമുള്ള സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. പിടിച്ചോ, എല്ലാം നമ്മൾ ടീം പിടിച്ചോ. നമ്മുടെ സിനിമയിലെ നായിക ദമയന്തി വരുന്നുണ്ട്. മാഡം എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിലെ എക്സ്പീരിയൻസ്? വളരെ ഫുൾഫില്ലിംഗ് ആയിരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡയറക്ടർ സാറാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സാറാണെങ്കിലും ഉണ്ണി സാറ് പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പറയാനായിട്ട്. എന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്ഫുൾ, സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക് യു. താങ്ക് യു. പുതുമുഖ നായിക ദമയന്തി ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റുവാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. സൂപ്പർ, ഒന്നും പറയാനില്ല. അതിന്റെ ഡയറക്ഷൻ സൈഡ് സൂപ്പർ, അതിന്റെ ഛായാഗ്രഹണം സൂപ്പർ, ടെക്നിക്സ് ആയിട്ട് എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല. ഞങ്ങൾ 2 മണിക്കൂർ ഞങ്ങൾ എൻജോയ് ചെയ്ത്. താങ്ക് യു. ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. ചേട്ടൻ്റെ അഭിനയം നല്ല. അല്ലേ, താങ്ക് യു. അച്ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ മൊയ്തുവിൻ്റെയും ശീതളിൻ്റെയും കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പടം അത്ര കണ്ടങ്ങ് കയറിയിട്ടില്ല. കാരണം ഒരുപാട് മികച്ച സ്റ്റാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്കാണ് പടം കയറി വരികയാണ്. അപ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് 2 മണിക്കൂർ ഈ പടം ഇന്റർവെൽ ഇല്ലാതെ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഒരുപാട് മനോഹരമായ പടങ്ങൾ ഇനിയും ഈ കൂട്ടുകെട്ടിൽ പിറക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. മനോഹരമായ പോപ്കോൺ, നല്ല AC, സുന്ദരമായിട്ട് കിടന്നുറങ്ങാം. നല്ല ഏസിയാണ്. എന്ത് പാടാന്ന് മലയാളത്തിന് നല്ലൊരു നടിയെ കൂടി ഇതിനകത്തൂടെ രചിച്ചിരിക്കുകയാണ്. ഒരുപാട് കലാമൂല്യമുള്ള സിനിമകൾ സാധാരണക്കാരന് പൈസ കളയുന്നത്. പൈസ ഞാൻ തിരിച്ചു തരാം. പൈസ ഞാൻ തരാം. സാധാരണക്കാരന്റെ പൈസ കളയുന്നു. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെയാ സിനിമ എടുക്കുക? എന്ത് പടായത്? ഒന്നും പറയണ്ട, എന്ത് ചാളിപ്പടം. അതെ, എന്തുണ്ടെങ്കിലും നമുക്ക് വരെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പൈസ മേടിച്ചു. എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്തിനു എനിക്ക് പൈസ? ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആരാണെന്നറിയാ? ലക്ഷക്കണക്കിന് കാണികളുണ്ട് എനിക്ക്. ആൾക്കാർ കേൾക്കട്ടെ. ആൾക്കാർ കേൾക്കണമെന്ന്. ഈ ചാളിപ്പടം കാണാൻ ആൾ വരരുത്. നിങ്ങളൊന്ന് സിനിമ കാണാൻ നിൽക്കും. നിങ്ങളൊന്ന് പോട്, വെറുതെ കാശ് കളയണ്ട. ഇത് വെറും ചാളിപ്പടം. ഫസ്റ്റ് ഹാഫ് മഹാലാഗ്, സെക്കൻഡ് ഹാഫ് മഹാ ബോറ്. ആകെപ്പാടെ ഈ ഒരു കിട്ടുന്നത് ഇതാണ്, ഇന്റർവ്യൂ അല്ല, മഹാബോറാണ്. എന്തിനു കാണും? ഞാൻ ഇന്ന് തന്നെ ഈ പടത്തിന് റിവ്യൂ എഴുതുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് വന്നോ ഈ സിനിമ? ഹലോ ഗൈസ്, നമസ്കാരം. പാരീസ് ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പാരീസ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്, കൂതറപ്പടം.